ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. അതിനു മുന്നേ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ബെൽ ബട്ടനും കൂടി അമർത്തുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം പണം ചെലവിട്ട കാര്യം, അതിനുവേണ്ടി നിങ്ങൾ എന്തൊക്കെ കഷ്ടപ്പാടെടുത്തിട്ടുണ്ട്, ഇതാണ് ഇവർക്കൊരു ടാസ്ക് കൊടുത്തത്. അല്ല, അനീഷ അനുമോളും പറഞ്ഞു കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. അനീഷ് പറഞ്ഞത് അനീഷിൻ്റെ കല്യാണ കാലഘട്ടത്തിനെ കുറിച്ചിട്ടാണ്. കോളേജ് കഴിഞ്ഞു, കല്യാണത്തിന് വേണ്ടി വിവാഹ സ്വപ്നങ്ങളായിട്ട് കൊണ്ട് നടക്കുകയാണ്. ജീവിത ലക്ഷ്യം തന്നെ വിവാഹം എന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. അപ്പോൾ വീട് ഒരുപാട് ശരിയാക്കി, വളരെ പിശുക്കി വീട് ശരിയാക്കി, അതുപോലെ കാറ് മേടിച്ചു, നാട്ടുകാരെയൊക്കെ വിളിച്ച് ഗംഭീരമായിട്ട് കല്യാണം നടത്താൻ വേണ്ടി നാട്ടുകാരെയൊക്കെ വിളിച്ചു. കുറേ കാലമായിട്ട് ഞാൻ വളരെ പിശുക്കി സ്വരുകൂട്ടി വെച്ച കാശ് വെച്ചിട്ടായിരുന്നു ആർഭാട കല്യാണം നടത്തിയത്. എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിക്കൊടുത്തു. ബന്ധുക്കൾ, അകന്ന ബന്ധുക്കളും അടുത്ത ബന്ധുക്കൾക്കും എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിക്കൊടുത്തു. അതുപോലെ തന്നെ ഹാളിൽ ഡ്രോൺ വെച്ചിട്ടൊക്കെയാണ് ഫോട്ടോ എടുപ്പും ഇതൊക്കെ ഉണ്ടായിരുന്നത്. അന്ന് വരെ ഞാൻ പിശുക്കി എടുത്തതാണ്, നാട്ടുകാരുടെ മുന്നിൽ ആളാവാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, അനീഷ് ടാസ്ക് മാറിപ്പോയി. അപ്പോൾ ശരി. അപ്പോൾ അനുമോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അനുഷേട്ടാ ജീവിതത്തിലെ ഏറ്റവും അധികം പണം ചെലവിട്ട കാര്യം, അതിനുള്ള കഷ്ടപ്പാട് പറയുന്നവരുണ്ട്. അപ്പോൾ അതിനെ ഞാൻ പറഞ്ഞു വരാം, അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ആളാവാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഗംഭീരമായിട്ടൊന്നും കല്യാണം നടത്തരുത് എന്നുള്ള മെസ്സേജാണ് എനിക്ക് തരാനുള്ളതെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അനുമോൾ വന്നിട്ട് പറയുന്നുണ്ട്, 12-ാം വയസ്സ് തൊട്ട് ഞാൻ സേവിങ്സ് തുടങ്ങിയ ആളാണ്. പക്ഷേ 18-ാം വയസ്സിൽ ഞാൻ സീരിയലിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് പൈസ വന്നു തുടങ്ങി. ഗോൾഡ് വാങ്ങി ഞാൻ സേവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ജോലി ടാപ്പിംഗ് ജോബായിരുന്നു. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു, ഇനി ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ 18 ലക്ഷത്തിൻ്റെ ഒരു വണ്ടി ഞാൻ മേടിച്ചു. ഇനോഗ്രേഷനും അഭിനയിക്കാനൊക്കെ പോയിട്ടാണ് ഞാൻ പൈസ സമ്പാദിക്കുന്നത്. EMI അടയ്ക്കാൻ തന്നെ കഷ്ടപ്പാടാണ് എനിക്ക്. ചേച്ചിക്ക് ഒരു ഗവൺമെൻറ് ജോബുണ്ട്, പക്ഷേ ചേച്ചിയുടെ ലോണ്, ചേച്ചിക്ക് വീടില്ല. അപ്പോൾ ചേച്ചിയുടെ ആ വീടിൻ്റെ EMI അടയ്ക്കുന്നത് ഞാനാണ്. ഡ്രസ്സൊന്നും ഞാൻ അധികം മേടിച്ച് അങ്ങനെ കാശ് ചെലവിടാറില്ല. പിന്നെ എന്താണ്, ഞാൻ ഇവിടേക്ക് തന്നെ 100 ഡ്രസ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. പഴയ ഡ്രസ്സുകൾ കൂട്ടാൻ, ശരി, ഞാൻ അനുമോളെ കുറേ ഡ്രസ്സുകൾ ഞാൻ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ പഴയ ഡ്രസ്സുകൾ കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് തന്നെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അനുമോൾ കൂടുതലും പൈസ ചെലവിടാത്ത ആളാണ്. പക്ഷേ മേക്കപ്പൊക്കെ നന്നായിട്ട് സെറ്റൊക്കെ ഉണ്ടെന്ന് തന്നെ എൻ്റെ അഭിപ്രായം കേട്ടോ. ഡ്രസ്സിനായിരിക്കും അധികം ചെലവിടാത്തത്. എന്നാലും ഡ്രസ്സുകൾ ഇത്തിരി പഴകിയ ഡ്രസ്സുകളൊക്കെ ഞാൻ ഉപയോഗിച്ച് വരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആ ടാസ്ക് അനുമോളുടെയും കഴിഞ്ഞു, അനീഷിൻ്റെയും കഴിഞ്ഞു. ഗംഭീരമായിട്ട് തന്നെ